പിതാ പുത്ര പവിത്രാത്മാ ത്രിത്വനാമം നമോസ്തുതേ. 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 നിത്യമാനന്ദ ഭാവമാ ഭൂവിലേക്കുക ശാന്തി നീ പാരിൻ പ്രദീപമാവുക. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ലാത്ത എന്റെ കൂപ്പുകരങ്ങൾ ഞാൻ പാടുന്ന ഈരടികൾ വിധവയുടെ കൊച്ചുകാശ് പോലെ എന്റെ പ്രഭാത ആരാധനയായി ബലിയായി സ്വീകരിച്ച് എന്നെ ഈ മകനെയും മകളെയും ഈ പിതാവിനെയും മാതാവിനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ അടുക്കള മുതൽ അത്താഴം വരെ അസിസ് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ കരുത്തുള്ള കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എടുക്കണമേ, വാഴ്ത്തണമേ, അഭിഷേകം ചെയ്ത് ഉപയോഗിക്കണം.
ഗുരു സച്ചിദാനന്ദ മമ ഗുരു സച്ചിദാനന്ദ മമ ഗുരു സച്ചിദാനന്ദ സച്ചിദാനന്ദ ഗുരു ചിന്മയാനന്ദ സച്ചിദാനന്ദ ഗുരു ചിന്മയാനന്ദ ജഗദ്ഗുരു ജഗദ്ഗുരു സച്ചിദാനന്ദ ജഗദ്ഗുരു ജഗദ്ഗുരു സച്ചിദാനന്ദ സച്ചിദാനന്ദ ഗുരു ചിന്മയാനന്ദ സച്ചിദാനന്ദ ഗുരു ചിന്മയാനന്ദ സച്ചിദാനന്ദ ഗുരു ചിന്മയാനന്ദ സദ്ഗുരു മമ ഗുരു സച്ചിദാനന്ദ മമ ഗുരു സച്ചിദാനന്ദ സച്ചിദാനന്ദ ഗുരു ചിന്മയാനന്ദ 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 മമ ഗുരു സുപ്രണാമം മമ ഗുരു സുപ്രണാമം 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 പ്രണാമം പ്രണാമം സുപ്രണാമം സുപ്രണാമം പ്രണാമം പ്രണാമം സുപ്രണാമം സുപ്രണാമം കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് എന്നെ പൂർണ്ണമായി അങ്ങയുടെ കരുത്തുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്. ജലത്താലും അരൂപിയാലും നീ വീണ്ടും ജനിക്കണം. ജലത്താലുള്ള സ്നാനം ഇന്ന് അസിസി നടക്കും. അഗ്നിസ്നാനം ഉന്നതങ്ങളിൽ നിന്ന് നാളെ നടക്കും. ജലസ്നാനം മനുഷ്യരായി നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടതാണ്. ഈശോ ഗലീലയിൽ ജോർദാനിൽ സ്നാപകന് സ്നാനം കൊടുത്തിരുന്നു. നമുക്കും ഈ പ്രഭാതത്തിൽ ഒരു കടലിൻ്റെ തീരത്തേക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യാം. എപ്പോഴും ഓർത്തുകൊള്ളുക, പണ്ടായിരുന്നു ധ്യാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രസംഗിക്കുക, ബാക്കിയുള്ളവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ശരിക്കുള്ള ധ്യാനം ധി എന്ന് പറഞ്ഞാൽ മനസ്സ്, ചിന്ത, യാനം, യാത്ര. സുന്ദരമായൊരു ധ്യാനം ഇപ്പോൾ നമ്മൾ നടത്താൻ പോവുകയാണ്. മനസ്സുകൊണ്ടൊരു കടലിൻ്റെ തീരത്തേക്ക് പോവുക. ഈ തിരകൾ കാണുക,
കണ്ണീർ അടച്ചു പിടിക്കുന്നതാണ് നല്ലത്. കടലിലേക്ക് ഒരല്പം ഇറങ്ങി നിൽക്കുക. പാദങ്ങൾ വെള്ളത്തിലാണ്. ഈ കാലും വെച്ച് എവിടെയെല്ലാം പോയതാണ്. അനുസരണക്കേടിൻ്റെ വഴികളിലൂടെ നടന്നിട്ടുണ്ടോ? പാപത്തിൻ്റെ മാർഗങ്ങളിലൂടെ നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും അശുദ്ധി ഈ പാദങ്ങളിലൂടെ യാത്രകളിലൂടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ ജലത്തിൽ കഴുകി ശുദ്ധീകരിക്കുക. ഈ അശുദ്ധിയെ വഹിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. അല്പം കൂടി വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക. കാൽമുട്ട് വരെ വെള്ളത്തിലാണ്. അല്പം കൂടി വലിയ മസിൽ വെള്ളത്തിലാണ്. അല്പം കൂടി അരക്കെട്ട് വരെ വെള്ളത്തിലാണ്. ഈ കാലുകൾ എന്തെങ്കിലും തിന്മയ്ക്ക് കാരണമായിട്ടുണ്ടോ? തിന്മയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും ഈ കാലുകൾ കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ? കഴുകിക്കളയാം. അരക്കെട്ട് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പരിശുദ്ധമായി ലൈംഗിക അവയവങ്ങൾ, അതിലൂടെ എന്തെങ്കിലും അശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? വ്യക്തി ജീവിതത്തിലേക്ക് കഴുകി ശുദ്ധീകരിക്കാം. അശുദ്ധിയെ വഹിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. അല്പം കൂടി വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം. ഉദരം വെള്ളത്തിലാണ്. വേണ്ടാത്തതെല്ലാം ഭക്ഷിച്ചും പാനം ചെയ്തും ഉദരം അശുദ്ധമായിട്ടുണ്ടോ? അല്പം കൂടി ഇറങ്ങി നിൽക്കാം. നെഞ്ചു വെള്ളത്തിൽ സ്നേഹത്താൽ നിറയേണ്ട ഹൃദയം ഒരു ദ്വേഷവും നിറഞ്ഞിട്ടുണ്ടോ? ഉദരവും നെഞ്ചിലൂടെ എന്തെങ്കിലും അശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? കഴുത്തറ്റ വെള്ളത്തിലാണ്. കഠിനാധ്വാനം ചെയ്യേണ്ട കാര്യങ്ങൾ അലസമായിരുന്ന ദാരിദ്ര്യം വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? പഠിക്കാതെ നിന്നിട്ടുണ്ടോ? കൈകൾ തിന്മയ്ക്ക് കാരണമായിട്ടുണ്ടോ? ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ? കഴുത്ത് വെള്ളത്തിലാണ്. കഴുകി ശുദ്ധീകരിക്കുക. നാവ്, അധരങ്ങൾ ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും അശുദ്ധി കടന്നു വന്നിട്ടുണ്ടോ? മദ്യപാനത്തിലൂടെ, പുകവലിയുടെ, മയക്കുമരുന്നിലൂടെ, കേൾവിയുടെ, കാതുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാം. കാഴ്ചയുടെ സ്ക്രീൻ ടൈം എത്ര മണിക്കൂർ മൊബൈലിൻ്റെ മുമ്പിൽ, ലാപ്ടോപ്പിന് ഒരു TV-യുടെ മുമ്പിൽ വ്യർത്ഥമായവ കാണാൻ, മറ്റുള്ളവർ വ്യഭിചാരം ചെയ്തത് കാണാൻ ഈ കണ്ണുകളെ ഉപയോഗിച്ച് ശരീരത്തെയും ജീവിതത്തെയും അശുദ്ധമാക്കിയിട്ടുണ്ടോ? ശരീരത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ? വെള്ളത്തിൽ മുങ്ങിക്കിടക്കാം. തലച്ചോറ്, ചിന്തകൾ, തലമുടി, ഭാവന, അതിലൂടെ അശുദ്ധി കടന്നു വന്നിട്ടുണ്ടോ? നന്നായിട്ട് എല്ലാവരും കുളിച്ചു കയറുക. എല്ലാം അശുദ്ധിയെ കഴുകിക്കളയുക. നന്നായിട്ട് ശിരസ് മുതൽ പാദം വരെ തേച്ച് കുളിക്കുക. സ്നാനം കഴിക്കുക. മാമോദിസ മുങ്ങുന്ന ഒരർത്ഥം. സഭ വിട്ടുപോയവര്, തിന്മയ്ക്കടിമപ്പെട്ടവരെ തിരിച്ചെടുക്കുമ്പോൾ അവരെ സ്നാനം കഴിപ്പിക്കും, കുളിച്ചു കയറ്റും. എത്ര പ്രായമായവരുടെ കർത്താവ് പറയുന്നു, നീ വീണ്ടും ജനിക്കണം. ഈശോയുടെ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. ജലത്താലുള്ള സ്നാനം, കഴുകി ശുദ്ധീകരിക്കുക. ആഴിയുടെ ആഴങ്ങളിലേക്ക് അവ വലിച്ചെറിയപ്പെടുന്നു. ശരീരത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. കൈകളൊന്ന് അലസി ചൂടാക്കി മുഖം പരികി കൂടി ഒന്ന് അമർത്തി തരുക. ഈശോയുടെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും അനുഭവിക്കാനായിട്ട് പോവുകയാണ്. അനേകർക്ക് ദൈവാനുഭവം നൽകിയ, എംപവർമെന്റ്, ശക്തിപ്പെടുത്തുന്ന അനുഭവം നൽകിയ പ്രാർത്ഥന ശുശ്രൂഷയാണ്. ഇത് പഠിച്ചിട്ട് പോവുക, എന്നും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അറിഞ്ഞുകൊണ്ട് മൂക്കിന്റെ 2 ദ്വാരത്തിലൂടെ ശ്വസിക്കാവുന്നത്രോ വായുള്ളിലേക്ക് എടുക്കുക. വയറ് വികസിക്കാവുന്നത്ര വികസിക്കട്ടെ. അങ്ങനെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോഴും ഈശോയുടെ നാമം ഇംഗ്ലീഷിൽ ജീസസ് എന്നോ ഈശോ എന്നോ പറഞ്ഞുകൊണ്ട് വയറൊട്ടുന്നവരെ നിശ്വസിക്കുക. സ്നേഹം ശ്വസിക്കുക. സ്നേഹം ശ്വസിക്കുക. എടുക്കാവുന്നത്രോ സ്നേഹം ഉള്ളിലേക്ക് എടുക്കുക.
റൂഹ കാറ്റ്, ജീവവായു ഉള്ളിലേക്ക് എടുക്കുക. എടുക്കാവുന്നത്രോ സ്നേഹമുള്ളിൽ നിറയട്ടെ. വിശ്വസിക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും സംഭവിക്കും. ഓരോ കോശ സ്നേഹത്താൽ നിറയട്ടെ. സ്നേഹത്തിന് വിരുദ്ധമായ എന്തെങ്കിലും എന്റെ ഉള്ളിലുണ്ടെങ്കിൽ യേശു നാം അതിൽ വിട്ടുപോകട്ടെ. ആനന്ദം ശ്വസിക്കുക, ആനന്ദം ശ്വസിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആനന്ദം ശ്വസിക്കുക, ഉള്ളിലേക്ക് സ്വീകരിക്കുക. ലോകം തരുന്നത് പോലെയല്ല. ഏതെങ്കിലും ഒരു ഭയം, ടെൻഷൻ, ഉത്കണ്ഠകൾ, അൻസൈറ്റി, ആദി നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ യേശു നാം അത് വിട്ടുപോകട്ടെ. ധൈര്യം ശ്വസിക്കുക, ആത്മധൈര്യം. നന്നായിട്ട് എല്ലാവരും ശ്വസിക്കാവുന്ന വായു, അതിലൂടെ ധൈര്യം നിറയട്ടെ, ധൈര്യം നിറയട്ടെ. എല്ലാവിധ ഭയവും നമ്മളെ വിട്ടുപോകട്ടെ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ എല്ലാവിധ ഭയവും നമ്മളെ വിട്ടുപോകട്ടെ. കൽപ്പിക്കുക, ബന്ധിച്ച് ബഹിഷ്കരിക്കുക. ഏതെങ്കിലും തിന്മ, അശുദ്ധി, തഴക്കദോഷങ്ങൾ നമ്മളെ വർഷങ്ങളായിട്ട് അലട്ടുന്നുണ്ടെങ്കിലും യേശുവിന്റെ നാമം ഉപയോഗിക്കുക. ഇപ്പൊ തന്നെ ബഹിഷ്കരിക്കപ്പെടും, വിടുതൽ കിട്ടും. സ്വരത്തിൽ പറയുക, അശുദ്ധി, അന്ധകാരശക്തിയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വരത്തിൽ ഈശോയുടെ നാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് സൗഖ്യാനും ഫലപിക്കും. എല്ലാവരും സ്വരത്തില ഈശോയുടെ ചൈതന്യം ശ്വസിക്കുക, പ്രകാശം ശ്വസിക്കുക. ഉയർത്തെഴുന്നേറ്റ് ഈശോ തരുന്ന പ്രകാശം ശ്വസിക്കുക, പ്രകാശം ശ്വസിക്കുക. ഈശോയുടെ ചൈതന്യം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു രോഗം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി യേശുവിന്റെ നാമത്തിൽ ആ രോഗം വിട്ടുപോകാൻ കൽപ്പിക്കുക. ഏതെങ്കിലും രോഗം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും തിരുസ്വരത്തിൽ അടുപ്പിക്കുന്നവർക്ക് സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടാം. ശാന്തമായിട്ട് ശ്വസിക്കുക. നിങ്ങളത് പഠിച്ചിട്ട് പോവാ. കുട്ടികളെ പരീക്ഷ പോലെ കയറുന്നു, ചോദ്യ പേപ്പർ കിട്ടി, നോക്കരുത്. സ്വസ്ഥമായിട്ടിരിക്കുക. ഏതാനും സെക്കൻഡുകൾ കണ്ണടച്ച് ടീച്ചേഴ്സിന് അറിയാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്ന് ശാന്തമായി ധൈര്യം ശ്വസിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരും, എഴുതാൻ പറ്റും. എൻട്രൻസിന് പോകുമ്പോൾ, ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. സുന്ദരമായ പ്രാർത്ഥനയാണ്, ഒരു ക്രിസ്റ്റോ തെറാപ്പിയാണ്. ശാസ്ത്രീയമായിട്ട് പോലും ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം. ഫ്രാൻസിസ് അസിസി എന്നെ പഠിപ്പിച്ചത് പ്രേയർ ഈസ് ലൈക്ക് ബ്രീത്തിങ്. ഇതാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ശ്വാസം നിശ്വാസ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ച്, ശ്വസിക്കുന്നതിന്റെ ശബ്ദം, നിങ്ങളുടെ തന്നെ ശ്വസിക്കുന്നതിന്റെ ശബ്ദം, ഈ എന്നുള്ള ശബ്ദം, നിശ്വസിക്കുമ്പോൾ ഷോ എന്ന ശബ്ദം. ശ്വാസ നിശ്വാസ ഈശോയുടെ നാമമുണ്ട്, അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക, നിശ്വസിക്കുക. ഈ ശ്വാസ നിശ്വാസം പോലെ പ്രാർത്ഥനയാണ്. ഇതുപോലെ ഇത് ധ്യാനിച്ച എല്ലാവരും ആത്മീയ മനുഷ്യരായി തീരും. ഈശോയുടെ സ്വഭാവഗുണങ്ങളുള്ളവരും, നല്ല സ്നേഹമുള്ളവരും, ക്ഷമയുള്ളവരും, അവരുടെ മുഖത്ത് നല്ല വെട്ടപ്രകാശമുണ്ടാവും, ആനന്ദമുണ്ടാവും. അവർ സൗമ്യമായിട്ട് ഇടപെടുകയുള്ളൂ, ആത്മസംയമനത്തോടുകൂടി ഇടപെടും. അവർ വിശ്വസ്തത പുലർത്തും. അവരുടെ ഉള്ളിലും അവരുടെ അടുത്ത് വരുമ്പോൾ സമാധാനമുണ്ടാവും. ഈ പറഞ്ഞ മെഡിറ്റേഷൻ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സഹായിക്കും.
അഗ്നിയായി നിറയണമേ ആത്മാവേ അഗ്നിയായി നിറയണമേ പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ